ഇത്ര കാലം അടി കിട്ടിയിരുന്നു മാഷ്മാരെയൊക്കെ നോക്കാം നമുക്കല്ലേ. ഹൈക്കോടതിയിൽ പുതിയൊരു വിധി കണ്ടിയോ? ആ ഈ അടുത്ത് ഞാൻ കണ്ടു. അല്ലേ നമ്മളെ ടീച്ചേഴ്സ് ചെയ്യണം വടി കൈ പിടിക്കാന്നുള്ളൊരു ടീച്ചേഴ്സ് വടി കൊണ്ടുപോകാം. ടീച്ചേഴ്സിന്റെ വടി കണ്ടിട്ടാണ് കുട്ടികൾ ഡിസിപ്ലിൻ പഠിക്കുന്നത് ഹൈക്കോടതി ശരി. പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പൊ ഈ അടുത്തുള്ള ഒരുപാട് ഇൻസിഡൻസിന്റെ കാരണത്താൽ പെട്ടെന്ന് ഒന്നുകൂടെ വിധി സ്ട്രോങ് ആയത് അല്ലേ. കാരണം വടി കൊണ്ട് വന്നിട്ട് കുട്ടികൾ ഒന്നടിച്ചാൽ അത് കേസായി പ്രശ്നമായി. 2K കിഡ്സ് 90 കിഡ്സ് എന്നൊക്കെ പറയും. 90 കിഡ്സിന്റെ വിജയത്തിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണത്? ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അടിയാണ്. പേടിയും പിന്നെ അതുമല്ല ആ വടിമ നമ്മളാണ് നിർത്തിയിരുന്നു. ചെറിയ കാര്യം എന്താ വെച്ചാല് ഈ മെന്റൽ പവർ എന്ന് പറഞ്ഞ സാധനം സത്യത്തില് നമ്മളെ 2K കിഡ്സിന് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് വടിയത് 10 തല്ലിയാലോ നമ്മളെ മൈൻഡ് എന്താക്കാരോ 11ാമത്തെ കിട്ടിയില്ലല്ലോ. ഇതാണ് നമ്മൾ ഈ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. പക്ഷെ ഇപ്പത്തെ കുട്ടികളെ ആലോചിച്ച് നോക്ക്, ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് അറക്കോ ഈ അല്ലെങ്കിൽ കുത്തിക്കുവറ്റോ ഞാനിപ്പോ നടക്കുന്നത്. എന്റെ അറിവത്തിന് ഇപ്പൊ എന്റെ ലോകത്തിന് ഈ അടുത്ത് ഒരു ഇതുപോലത്തെ ഒരു തുണി മേടിക്കുന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി. അപ്പൊ കുട്ടികളെ എന്താ പറയാ മെന്റൽ ഹെൽത്തും മെന്റൽ സ്ട്രെങ്ത്തും ഒക്കെ ദുർബലമാണ്. ഒരു കോമൺ മാൻ എന്ന നിലക്ക് ഹൈക്കോടതിയുടെ വിധിയെ ഞാൻ 100% അല്ലെ അത് ചെയ്തേ മതിയാവും. നമ്മൾ മാത്രം നമ്മളെ ഈ പ്രത്യേകിച്ച് പേരൻസ് ഈ വിഷയത്തില് നല്ല ശ്രദ്ധ വേണമെന്നുള്ളതാണ്. പാരന്റ്സ് പറയുന്നുണ്ട് അടിച്ചോളിന്ന്, പക്ഷെ പ്രശ്നം എന്താ പക്ഷെ എല്ലാവരും ഇങ്ങനെ കേട്ടോ, ഒരു 50% പേരൻസ് മാത്രം അതിനോട് സപ്പോർട്ട് ഉള്ളൂ എന്നാണ് എനിക്ക് ഇന്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. എപ്പോഴും പേടി എന്താ അറിയോ, അടിച്ചു കഴിഞ്ഞാൽ